ഈശോയിലെ പ്രിയമുള്ളവരെ, നമുക്ക് ബേത്ലഹേമിലേക്ക് പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ കാര്യം നമുക്ക് കാണാം. മാലാഖമാരുടെ സന്ദേശം കേട്ട് അട്ടിടയന്മാര് പരസ്പരം പറഞ്ഞതാണ്. അവര് അതിവേഗം പോയി യോസേപ്പിനെയും മറിയത്തെയും പുൽക്കുട്ടി കിടക്കുന്ന ഉണ്ണിയേശുവിനെയും കണ്ടു. ആ ഒരു ക്ഷണം നമുക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ബേത്ലഹേം യാത്ര നമ്മൾ ഒരിക്കൽ കൂടി ആരംഭിച്ചിരിക്കുകയാണ്. അട്ടിടയന്മാരോടൊത്ത് നമുക്കും അതിവേഗം ബേത്ലഹേമിലേക്ക് പോകാം. അവിടെ നമ്മെ കാത്ത് യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണിയേശുവും ഒക്കെയുണ്ട്. അട്ടിടയന്മാര് അവരെ കണ്ടപ്പോൾ വലിയ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. മാത്രമല്ല, തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നേരി കണ്ടപ്പോൾ വലിയ സന്തോഷത്തോടെ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തു. അവര് ബേത്ലഹേമിൽ നിന്ന് തിരിച്ചുപോയത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്, വലിയ ആനന്ദത്തോടെയാണ്. നമ്മുടെ ഈ ബേത്ലഹേം യാത്രയിൽ ഈശോയെ കാണുവാനുള്ള തീവ്രമായ ഒരാഗ്രഹം നമുക്കുമുണ്ടാകട്ടെ. അത് വേഗം നമുക്ക് ഈ ബേത്ലഹേമിലേക്ക് യാത്രയാകാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് യോസേപ്പ് പിതാവിനെയും മറിയത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് അവിടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ ആനന്ദം അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കട്ടെ. നാം കാണുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമുക്കിടയാകണം. നമ്മുടെ ബേത്ലഹേം യാത്ര അത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. നമ്മുടെ നാടുകളിലൊക്കെ പരസ്പരം ആശംസകൾ കൈമാറാറുണ്ട്, പരസ്പരം പ്രാർത്ഥനകൾ കൈമാറാറുണ്ട്. ക്രിസ്തുമസിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ പലവിധത്തിൽ പങ്കുവെക്കാറുണ്ട്. അത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പങ്കുവയ്ക്കലാകുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈശോയാകട്ടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. കാരണം ഈശോയാണ് സമാധാനം, ഈശോയാണ് സന്തോഷം. ക്രിസ്തുമസിന്റെ സമാധാനവും സന്തോഷവും ഒക്കെ ആശംസിക്കുമ്പോൾ ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ. അതോടൊപ്പം ഒന്ന് ഓർക്കാം, ബേത്ലഹേം അത് അപ്പത്തിന്റെ ഭവനമാണ്. ഈശോയാകുന്ന അപ്പം വസിക്കുന്ന ഭവനമാണ്. ഈശോ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ആ ജീവനുള്ള അപ്പം വസിക്കുന്നിടമാണ് ബേത്ലഹേം. നമുക്ക് ആ അപ്പത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. ദിവ്യകാരുണ്യമായി ഇന്നും ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ലഭ്യമാക്കുന്ന ഈശോയെ ആ ഭവനത്തിൽ നമുക്ക് കാണാം. ആ ഈശോയോടൊത്ത് ആയിരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ആ ഭവനത്തിൽ ഈശോയെ നമുക്ക് ആരാധിക്കാം. ഈശോയുടെ ദിവ്യ സാന്നിധ്യത്തെ ഓർത്ത് നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിന്റെ വലിയ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് അനുഭവിക്കാം. ആ സന്തോഷം നമ്മുടെ കുടുംബങ്ങളിൽ പങ്കുവയ്ക്കാം, നമ്മുടെ സമൂഹങ്ങളിൽ പങ്കുവയ്ക്കാം. എല്ലാ അർത്ഥത്തിലും ഈ ഒരു ക്രിസ്തുമസ് ഒരു സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലിന്റെ ഒരു അനുഭവമാകട്ടെ. സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ പങ്കുവയ്ക്കലിന്റെ ഒരു അനുഭവമായി തീരട്ടെ. അതിനുവേണ്ടി നമുക്കും അതിവേഗം ബേത്ലഹേമിലേക്ക് പോകാം. അട്ടിടയന്മാരുടെ ലാളിത്യത്തോടുകൂടെ, ഹൃദയ തുറവിയോടുകൂടെ നമുക്കും ഈശോയെ കാണുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടുകൂടെ അതിവേഗം ബേത്ലഹേമിലേക്ക് പോകാം. അവിടെ ഈശോ നമ്മെ കാത്തിരിക്കുന്നു. നമുക്ക് വലിയ തീവ്രതയോടെ, തീക്ഷ്ണതയോടെ ഈശോയെ കാണുവാനായിട്ട് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മെല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ. ഒരു നല്ല ക്രിസ്തുമസിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം.